നമ്മൾ വിൻ്ററിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ എസെൻഷ്യൽ ഐറ്റംസാണ് നമ്മുടെ കയ്യിൽ വെക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് വാം ക്ലോത്തിങ്സ് ആണ്. വാം ക്ലോത്തിങ്സ് എന്ന് പറയുന്നത് കട്ടിയുള്ള ജാക്കറ്റ്, ഹാറ്റ്സ്, അതുപോലെ ഗ്ലൗസ്, സ്കാർഫ്സ്, അതുപോലെ നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ വാം ക്ലോത്തിങ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പാക്ക് ചെയ്യേണ്ടത് വാം ക്ലോത്തിങ്സ് ആണ്. അതുപോലെ അടുത്തത് വേണ്ടത് വാട്ടർ പ്രൂഫിങ് ഗിയേഴ്സ് ആണ്. അതായത് റെയിൻ കോട്ട്, അതുപോലെ വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള ഷൂസ്, അതുപോലെ വാട്ടർ പ്രൂഫിങ് ബാഗ്സ്, കൊട, ഇങ്ങനെ നമുക്ക് ഡ്രെയിൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൂഫിങ് ആയിട്ടില്ല. ഏതായാലും സ്വാഭാവികമായിട്ട് നമ്മൾ വിൻ്ററിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ നനവുണ്ടാവുമല്ലോ, അപ്പോൾ ആ നനവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൂഫിങ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ അടുത്തതായിട്ട് പാക്ക് ചെയ്യേണ്ടത്. വിൻ്റർ യാത്രയിലെ ഒരു മെയിൻ പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ ഈ ഇലക്ട്രോളിസിസ് ആയിട്ടുള്ള വെള്ളംസ് നമുക്ക് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ എനർജി ബാർസ്, അതായത് ചോക്ലേറ്റ്, നമ്മുടെ സ്നിക്കേഴ്സ് പോലത്തെയൊക്കെ എനർജി ബാർസ്, അങ്ങനത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ സ്നാക്സ്, ഈ ഡ്രൈ ഫ്രൂട്ട്സ്, സ്നാക്സ്, കാഷ്യൂ, അതുപോലെ ബദാം, അതുപോലത്തെയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ ബോട്ടിൽ വെള്ളം, നല്ല വെള്ളം, ഇലക്ട്രോളിസിസ്, ഇതൊക്കെ നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ ഇലക്ട്രോളിസിസ് ടാബ്സും അതുപോലെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും, അതൊക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരു മൊബൈൽ ചാർജർ, അഡാപ്റ്റർ, പിന്നെ പോർട്ടബിൾ അഡാപ്റ്റർ. നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ചാർജറിൻ്റെ റൗണ്ടായിരിക്കും, വിദേശത്തൊക്കെ സ്ക്വയർ ഷേപ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡാപ്റ്റർ നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ പവർ ബാങ്ക്, ചാർജർ, പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ടത് എന്തെങ്കിലും പെയിൻ ബാംസ്, പെയിൻ റിലീവേഴ്സ്, ബാൻഡേഡ്സ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ്, ആൻറ്റാസിഡ്സ്, അസിഡിറ്റിക്കൊക്കെ ഉള്ള, അതുപോലെ പാരസെറ്റാമോളോ തലവേദനക്ക്, വോമിറ്റിങ്ങിനില്ല, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളിലെ പെയിൻ റിലീഫും കാര്യങ്ങളും മെഡിസിൻസൊക്കെ നമുക്ക് കയ്യിൽ കരുതാം. പിന്നെ നല്ലൊരു കൂളിംഗ് ഗ്ലാസ്, അതുപോലെ സൺക്രീം, ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് തണുപ്പുള്ള സ്ഥലമാകുമ്പോൾ വെയിലടിച്ചാൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പം നല്ല UV റേസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സൺക്രീമും അതുപോലെ നല്ലൊരു UV പ്രൊട്ടക്ഷൻ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. വിൻ്ററിൽ ചിലർക്ക് സ്കിന്ന് ഡ്രൈ ആവുന്ന പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ, അതുപോലെ നല്ലൊരു ക്രീം, എന്തെങ്കിലും മുഖത്തൊക്കെ തേക്കാൻ പറ്റുന്ന ക്രീം, ഇങ്ങനെ സ്കിന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലിപ് ബാം, അങ്ങനത്തെ എന്തെങ്കിലും ക്രീംസും സംഭവങ്ങളൊക്കെ എടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും വിൻ്ററിലൊക്കെ. അപ്പോൾ ഇത്രയും എസെൻഷ്യൽ കാര്യങ്ങളാണ് നമ്മളൊരു വിൻ്ററിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ മഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ടത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ട്രാവലിംഗ് ടിപ്സുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.